Watch full episodes on Jio Hotstar. Yeah! യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പൈലറ്റാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം. ഇപ്പോൾ നമ്മൾ 35,000 അടി മുകളിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേഗത മണിക്കൂറിൽ 400 മൈലാണ്. പ്രതികൂല സാഹചര്യം ഉള്ളതിനാൽ നമ്മൾ നിശ്ചിത സമയത്തിനും 15 മിനിറ്റ് വൈകിയേ ലാൻഡിംഗ് ചെയ്യുകയുള്ളൂ. നന്ദി. ഈ പ്ലെയിൻ ക്രാഷ് ആവാൻ പോവുകയാണല്ലോ. യാത്രക്കാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പൈലറ്റാണ് സംസാരിക്കുന്നത്. കാലാവസ്ഥ വളരെ മോശമാണ്. ഇടിമിന്നലുണ്ട്, തീ പിടിക്കാനും സാധ്യതയുണ്ട്. പ്ലീസ് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടാൻ അപേക്ഷിക്കുന്നു. ഈ വാതിലാരാ തുറന്നത്? പോകൂ പോകൂ, വേഗം ചെന്ന് വാതിലടയ്ക്കൂ. അല്ല, ഇതാരാ? ഇവരെന്തിനാ ഇതിൽ നിന്നും പുറത്തേക്ക് ചാടിയത്? നിങ്ങൾ വിഷമിക്കണ്ട, ഞാനിതാ വരുന്നു. മോട്ടു, ഞാനിത് എത്തിക്കഴിഞ്ഞു. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? കുറേശ്ശെയായി മുഴുവൻ പ്ലെയിനും കത്തിച്ചില്ലേ? സോറി പത്ലു, സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി. നീ എന്തെങ്കിലും ആലോചിക്കൂ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യൂ പത്ലു, പ്ലീസ്. ഐഡിയ. ഡോക്ടർ ജെട്ടിയുടെ ഗാഡ്ജറ്റ് അഴിക്ക് വേഗം. Don't worry everybody. My name is Motu and he is my friend Patlu. നിങ്ങളുടെ ഈ പ്ലെയിൻ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ്. Excuse me, നിങ്ങൾക്ക് പ്ലെയിൻ ഓടിക്കാൻ അറിയോ? ഇല്ല, പ്ലെയിൻ ഓടിക്കാനൊന്നും അറിയില്ല. പക്ഷേ സൈക്കിളും സ്കൂട്ടറും കാറും ട്രക്കും ഒക്കെ ഞങ്ങൾ ഓടിക്കും. അമ്മ പെങ്ങന്മാരൊക്കെ നിങ്ങളെയും കാത്തിരിപ്പുണ്ടാവും അല്ലേ? പേടിക്കണ്ട പ്ലീസ്. മോട്ടും പത്ലും ഒരു കാര്യം തീരുമാനിച്ചാലുണ്ടല്ലോ, അത് അതുപോലെ തന്നെ ചെയ്തിരിക്കും. ഞങ്ങളെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യ് പ്ലീസ്.
ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്താ ഇത്? എനിക്ക് ഒരു കാര്യം ഒട്ടും മനസ്സിലാവുന്നില്ല. എന്താ ഇപ്പൊ മോട്ടു പത്ലൂന് ഇത്ര വലിയ പണിയുള്ളത്? രണ്ടുപേരും വെവ്വേറെ ഫ്ലൈറ്റിൽ വരാൻ. നമ്മളോടൊപ്പം അവര് ഒരു ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരുമിച്ച് നമുക്ക് ചുറ്റിക്കറങ്ങായിരുന്നു. ഡോക്ടർ ചട്ക ഒന്ന് വിളിച്ച് ചോദിക്കൂ അവരിപ്പോ എവിടെയാണ് ഉള്ളതെന്ന്. അവരെപ്പോഴെങ്ങോട്ട് എത്തുമെന്ന് ചോദിക്കൂ. അമ്മച്ചിയെ നമ്മുടെ കാറിന്റെ മീതെ ഒരു എയർപ്ലെയിൻ ലാൻഡ് ആയിട്ടുണ്ടല്ലോ. ചിങ്കം സാറേ, മോട്ടുപുത്രനെ വിളിച്ച് നമ്മളെ സഹായിക്കാൻ പറയൂ. ഹലോ മോട്ടുപത്ലു, നിങ്ങളത് എവിടെയാണ്? ഞങ്ങളൊരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കാണ്. ഞങ്ങളുടെ കാറിന്റെ മീതെ ഒരു എയർപ്ലെയിൻ ലാൻഡ് ആയിട്ടുണ്ട്. ചിങ്കം സാറേ, ഞങ്ങളുടെ പ്രശ്നം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെയൊക്കെ പ്രശ്നം ഒന്നുമല്ല. ഞങ്ങളിപ്പോ ഒരു പ്ലെയിനിൽ വന്നോണ്ടിരിക്കുക. ഇതിലാണെങ്കിൽ പൈലറ്റും ഇല്ല, അറിയോ? ഓ നോ, ഞങ്ങളെക്കാൾ നിങ്ങൾ വലിയ പ്രശ്നത്തിലാണെങ്കിൽ പിന്നെ ഞങ്ങളെ ആരാണ് സഹായിക്കുക? ഞങ്ങളുടെ കാർ ഇപ്പൊ താഴേക്ക് വീഴും. നിങ്ങളുടെ പ്ലെയിൻ എവിടെയാണ് ഇപ്പോ? എവിടെ 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 എവിടെയാണ്? ഞങ്ങളിപ്പോ ഏകദേശം ലീനിങ് ടവറിന്റെ അടുത്തേക്ക് എത്തി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇറ്റലി എത്തിയെന്നാണ്. എന്ത്? എനിക്കും ലീനിങ് ടവർ കാണാനുണ്ടല്ലോ. ഏയ്, stop! എന്റെ അമ്മ! Stop! ഞങ്ങള് വലിയ പ്രശ്നത്തിലാണ് ചിങ്കം സാറേ. ഞങ്ങളുടെ പ്ലെയിനിന്റെ ടയർ ഒരു കാറിന്റെ മേലെ കുടുങ്ങിയിരിക്കുക. എന്ത്? ഞങ്ങളുടെ കാറ് ബ്രോ പ്ലെയിന്റെ ടയറിൽ കുടുങ്ങിയിരിക്കാണല്ലോ. എന്റെ അമ്മോ! കൊല്ലാൻ പോയല്ലോ. പൊളിക്കടുത്തല്ല, നമ്മളൊരു കാര്യം മറന്നു പോയിട്ടാ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് കാരണം തീർച്ചയായിട്ടും മോട്ടു പത്ലു തന്നെയാണെന്ന്, അല്ലാതെ വേറെ ആരാണ്? വല്യേട്ടാ, നിങ്ങൾ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴാ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്? എങ്ങനെയാ രക്ഷപ്പെട്ടത്? രക്ഷപ്പെട്ടതൊക്കെ ഇരിക്കട്ടെ, നേരെ ഇങ്ങോട്ട് എങ്ങനെയാ എത്തിയത്? മോട്ടു എന്റെ ചങ്ക, എന്റെ പ്രോ മിണ്ടിപ്പോകരുത്. മോട്ടു ചങ്ക, നീ ഈ പ്ലെയിന് ഞങ്ങളുടെ കാറുമായിട്ട് ബന്ധിപ്പിക്കണോ? ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. എന്താണ് ഇതൊക്കെ വലിയേട്ടാ? ഇതിനെയാണ് പറയുന്നത് സ്നേഹമെന്ന്. നമ്മൾ ഒരാൾ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ ആ സ്നേഹം അവര് നമ്മളടുത്തേക്ക് തന്നെ എത്തിക്കും. അങ്ങനെ തന്നെ കൊടുക്ക്. അങ്ങനെ വേണം. എന്തിനാണ് തല്ലുന്നത്? എന്തിനാ തല്ലുന്നത്? അയ്യോ, സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോ ഇങ്ങനെയാണോ ഒരാളായിട്ട് തല്ലുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങളായിരുന്നു ആ കാറിനകത്ത് ഇരുന്നോണ്ടിരുന്നത്? അല്ല, നിങ്ങളെ അപരിചിതരായ നാടോടികളെ പോലെ ഇതിനകത്ത് എങ്ങനെ വന്നു? ഒരുപാട് ദിവസം കഴിഞ്ഞ് കാണുന്നതല്ലേ? എല്ലാവരും കൂടി ചേർന്ന് ഈ പ്രോബ്ലം അങ്ങ് സോൾവ് ചെയ്തേക്ക്. പിടിക്കണേ, ആരെങ്കിലും പിടിക്കണേ. സൂക്ഷിച്ച് കെയർഫുൾ കെയർഫുൾ. ഈ സ്റ്റാച്യു 1000 years old ആണ്. ഇതിനൊന്നും സംഭവിക്കാൻ പാടില്ല. അയ്യോ, വൺ മോർ ഇമ്പോർട്ടന്റ് തിങ്. ആർക്കെങ്കിലും ഏതെങ്കിലും ഏൻഷ്യന്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൊണ്ട് തരണം. അതിൽ ഹിഡൻ സിവിലൈസേഷന്റെ സീക്രട്സ് ഉണ്ട്. ഈ പ്ലെയിൻ ഇങ്ങനെ ഇവിടെ എങ്ങനെ വന്ന്? Somebody save my statue.
ഓടിക്കോ. അയ്യോ ഇങ്ങോട്ട് മാത്രം വരല്ലേ. മോട്ടു steering പിടിക്ക്. ഇവിടെ വേണ്ട. സ്റ്റാച്യു രക്ഷപ്പെട്ടു. സ്റ്റാച്യു രക്ഷപ്പെട്ടു. സ്റ്റാച്യു രക്ഷപ്പെട്ടു. അല്ല താങ്ക് യു എന്തിനാ പറയുന്നത് വലിയേട്ടാ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇതൊക്കെ എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അതെ ആരെങ്കിലും അതൊന്ന് പോയി നിർത്തിക്കേ. ഇപ്പൊ എന്താ സംഭവിക്കണേ? പ്ലെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഇനി ബൗളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക? പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും പെട്ടെന്ന് ആലോചിക്കേ. ഐഡിയ. മോട്ടു എന്തൊക്കെ തന്നെ ഫെയിൽ ആയാലും നിന്റെ സമോസയുടെ ശക്തി പുറത്തേക്ക് എടുക്ക്. ഞാൻ നിനക്ക് വേണ്ടി ദേ സമോസ കൊണ്ടുവന്നിട്ടുണ്ട്. സമോസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്. What is this man doing, man? ബോൾഡറിന്റെ അടുത്തേക്ക് ഇയാളെന്തിനാ ഓടുന്നേ? അല്ല ഇതെന്താ? I don't believe this. ഈ ബുക്ക് ഞാൻ എത്ര നാളായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുക. താങ്ക് യു മോട്ടു. മോട്ടുജി എനിക്ക് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന് ഞാൻ എത്ര സന്തോഷവാനാണെന്ന്. ഈ ബുക്കില്ലാണ്ട് ഏൻഷ്യൻ സിവിലൈസേഷനെ പറ്റി യാതൊരു വിവരവും എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. താങ്ക് യു മോട്ടു, താങ്ക് യു. കണ്ടില്ലേ, ഒരു ഗെയിം കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയുള്ളതാണോ? സർ, നിങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലെങ്കിൽ ഈ ഗെയിം ഞാൻ എടുത്തോട്ടെ പ്ലീസ്? ഷുവർ ഷുവർ, ടേക്ക് ഇറ്റ്. താങ്കൾക്ക് എന്റെ പെർമിഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ടേക്ക് ഇറ്റ്. Watch India's largest kids library only on Jio Hotstar. Download the app now.